ഇപ്പം മക്കളെല്ലാം പറയുന്ന ഒരു പ്രധാന കാര്യമുണ്ട്, എല്ലാ റൂമിലും ഇൻ്റർനെറ്റിൻ്റെ സ്പീഡൊന്നും ഒരേപോലെ കിട്ടുന്നില്ല. അപ്പോൾ എല്ലാ റൂമിലും, അത് ഗ്രൗണ്ട് ഫ്ലോറിലാണെങ്കിലും ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിലും ടെറസിലാണെങ്കിലും ഒക്കെ ഒരേ സ്പീഡിൽ ഇൻ്റർനെറ്റ് കിട്ടാൻ അതിനെന്താണ് ടെക്നോളജി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്? നമ്മുടെ വീടുകളിലെ എല്ലാ റൂമിലും നെറ്റിൻ്റെ റേഞ്ച് കിട്ടണമെങ്കിൽ നമുക്ക് വൈഫൈ ആക്സസ് പോയിൻ്റ് എന്ന് പറഞ്ഞ ഡിവൈസുകൾ ഇതിനു വേണ്ടി അവൈലബിൾ ആണ്. വീടുകളിൽ നമ്മൾ റൂമുകളൊക്കെ അടച്ചിടുമ്പോൾ ഈ ഒരു പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പലരും എടുക്കുന്നത് എന്താ വെച്ചാൽ ഒന്നിൽ കൂടുതൽ കണക്ഷൻ, ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ എടുക്കും, ഫസ്റ്റ് ഫ്ലോറിൽ വേറെ കണക്ഷൻ എടുക്കും. അപ്പോൾ നമുക്ക് എല്ലാ മാസവും ഈ 2 കണക്ഷൻ്റെയും ചാർജ് വരും. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഒരു വൈഫൈ ആക്സസ് പോയിന്റുകൾ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ റൂമിലും റേഞ്ച് കിട്ടും. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മക്കളോ അല്ലെങ്കിൽ പേരൻസോ നമ്മളൊക്കെ നെറ്റ് ഉപയോഗിക്കുമ്പോൾ ഈ ഹാങ് ആവുന്ന ഇഷ്യൂസോ നെറ്റിൻ്റെ റേഞ്ച് കിട്ടാത്ത ഇഷ്യൂസോ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിവൈസാണ് വൈഫൈ ആക്സസ് പോയിൻ്റ്. അത് നമ്മൾ വയേർഡായിട്ട് തന്നെ നമുക്ക് വൈഫൈ ആക്സസ് പോയിന്റിലേക്കുള്ള കേബിളിങ് ചെയ്യാം. അപ്പം നമുക്ക് ആ നെറ്റിൻ്റെ റേഞ്ച് എപ്പോഴും കിട്ടും, ആ സ്പീഡ് കിട്ടും, ബാൻഡ് വിഡ്ത്തും കിട്ടും. അതാണ് നമുക്ക് ഇതിനായിട്ടുള്ളൊരു പ്രോപ്പറായിട്ടുള്ള സൊല്യൂഷൻ. ഓക്കെ.